ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ അമ്മയും സഹോദരന്മാരും ഈശോയെ കാണാനായിട്ട് വന്നു നിൽക്കുകയാണ്. ഒരാളെ അയച്ച് ഈശോയെ അത് അറിയിക്കുന്നു. അപ്പോൾ ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയാണ്. അപ്പോഴാണിത് ഇങ്ങനെ വന്ന് ഒരാളൊന്ന് പറയുകയാണ്, ഇങ്ങനെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാനായിട്ട് കാത്തിരിക്കുന്നു. ഈശോ ഒരു വിചിത്രമായ ചോദ്യം ചോദിക്കുക. 3-ാം അധ്യായം 33-ാം വാക്യം, 3:3:3. ഈശോ ചോദ്യം ഇങ്ങനെയാണ്: ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? ഈശോ അതിനൊരു നിർവചനം പോലെ ഈശോ പറയുന്നതിനെയാണ്. ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് ഈശോ പറയുകയാണ്, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈശോ വ്യക്തമായിട്ടും ഇങ്ങനെ പറയുകയാണ്, ആരാണ് എൻ്റെ അമ്മയും. ഇവിടെ ഈ സുഷിമ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇങ്ങനെയാണ്: ഈശോ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മളും ഇരിപ്പുണ്ട്. നമ്മളും ഇരിക്കുന്ന സമയത്ത് ചെല്ലുമെന്ന് പറയാണ്, നിന്റെ അമ്മയും സഹോദരന്മാരും കാണാൻ പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത, എന്തൊരു എത്ര വലിയ ഭാഗ്യമുള്ളവരാ ഈശോയുടെ അമ്മയും സഹോദരന്മാരും. അങ്ങനെ നമ്മളുടെ അടുത്ത് വായിക്കുന്നുമുണ്ട്. ഒരു സ്ത്രീ എഴുന്നേറ്റെന്ന് പറയുന്നുണ്ട്, നിന്നെ വഹിച്ച ഉദരവും പാലൂട്ടി മുലകളും അനുഗ്രഹിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീ പ്രകീർത്തിക്കുന്ന പോലുണ്ട്. അപ്പൊ ജനത്തിന്റെ ഇടയിൽ അങ്ങനൊരു, അല്ലെങ്കിൽ ഇതിനെ കേട്ടുകൊണ്ട് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ നമ്മളാണെങ്കിലും ആ ഒരു ചിന്ത ഉണ്ടാവുക, അമ്മയും സഹോദരന്മാരും എത്രയോ ഭാഗ്യപ്പെട്ടവരാ, നമുക്കതിൽ പങ്കുകാരാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഈ വേദന, സത്യത്തിൽ ഈ ഒരു ചിന്ത ഈശോ കാണുന്നുണ്ട്. അത് ഈശോയുടെ മുമ്പിലിരുന്ന ജനക്കൂട്ടത്തിനും ഉണ്ടായിരുന്നു. കാലാകാലങ്ങളായിട്ട് ഉള്ള സകല വിശ്വാസികളെയും ഈശോ നോക്കുമ്പോൾ ഈ ഒരു ചിന്ത ഈശോയ്ക്കുണ്ട്. എൻ്റെ സഹോദരങ്ങളായി മാറാൻ, അമ്മ എൻ്റെ സഹോദരങ്ങളായി മാറാനായിട്ടുള്ള ഭാഗ്യം ഇല്ല എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ഇവർ വിഷമിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിലും ഒരു വഴി ഇവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അങ്ങനെയെങ്കിലും ഒരു വഴി ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഈശോ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ, എൻ്റെ ദൈവത്തിന്റെ ഹിതം, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരി അമ്മയും. ഒരു വഴി അങ്ങ് പറഞ്ഞു തരുന്നു ഈശോ. അപ്പൊ ഈ ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ടാ പറയും, ഇതാണ് എൻ്റെ അമ്മയും സഹോദരന്മാരെന്ന് പറയുമ്പോൾ വചനം കേൾക്കാൻ വന്നിരിക്കുന്ന ആൾക്കാർ അവരെ നോക്കിക്കൊണ്ട് ഈശോ പറയാം, ഇവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങൾ. എന്നിട്ട് ഈശോ പറയുകയാണ്, എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും ഒക്കെ. അപ്പൊ ഇത് നമ്മള് ബൈബിളിൽ നോക്കുമ്പോഴത്തേക്ക് ഈ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്. അതാണ് ഇതിന്റെ ഡയറക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ അമ്മയായി മാറുകയാണ് പരിശുദ്ധ കന്യാമറിയം. സ്നാപയോഹന്നാൻ ബന്ധുവാണ് ഈശോയുടെ. സ്നാപയോഹന്നാൻ അതുപോലൊരു വാക്യം പറയുന്നുണ്ട്, ഞാൻ കുറയുകയും അവൻ വളരുകയും വേണം. അപ്പൊ അവന്റെ ഇഷ്ടങ്ങൾ നിറവേറട്ടെ, എൻ്റെ ഇഷ്ടങ്ങൾ കുറഞ്ഞു പോട്ടെ എന്ന് ചിന്തിക്കുന്ന സ്നാപയോഹന്നാനെ നമ്മൾ കാണും. പക്ഷെ ഇവർ രണ്ടുപേരും ബന്ധുക്കളാണ്. ബന്ധു അല്ലാത്തൊരാളിത് പറയുന്നത് നമ്മൾ കാണുന്നത് പൗലോസ്ലിയ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടവുമാണ്. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ്. അതായത് ക്രിസ്തുവിന്റെ ഇഷ്ടങ്ങളാണ് ഇനി എന്നിൽ ജീവിക്കാൻ പോകുന്നത്. അത് വ്യക്തമായൊരു വിളിച്ചു പറയലാണ് പൗലോസ്ലിയാണത്. എന്നാൽ അത് വാക്കുകൊണ്ട് എന്നതിനേക്കാൾ ജീവിതം കൊണ്ട് വിളിച്ചു പറഞ്ഞ ആളാണ് പൗലോസ്ലിയ. അതുപോലെ ജീവിക്കാൻ ശ്രമിച്ച ആൾക്കാരാണ് ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ്, മറ്റ് വിശുദ്ധര്. നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പോലും എല്ലാ കാലാകാലങ്ങളിലുള്ള എല്ലാ വിശുദ്ധരെയും, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ നല്ല വിശ്വാസികളെല്ലാം നമ്മൾ നോക്കുമ്പോൾ കാണുന്നൊരു കാര്യം ഇതാ, അവരമ്മയോ സഹോദരനോ സഹോദരിയോ അപ്പനോ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവർ ഈശോയുടെ ഇഷ്ടം നിറവേറ്റാൻ ജീവിച്ചവരാണ്. ഈശോയുടെ ഇഷ്ടങ്ങളെ സ്വന്തം ഇഷ്ടമായി സ്വീകരിച്ചവരാണ്. അതാണ് എൻ്റെ അടിസ്ഥാന ഒറ്റ ഇഷ്ടം. അവനും എനിക്ക് ഒറ്റ ഇഷ്ടമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബന്ധുക്കളായി, ഞങ്ങൾ സഹോദരങ്ങളായി. ഈശോ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ, ഞാൻ എല്ലാം നിങ്ങളെ അറിയിച്ചു, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂട്ടുകാരാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈശോ ഈ പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ പ്രാർത്ഥന, ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുക. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ അപ്പാന്ന് വിളിക്കുമ്പോൾ നമ്മൾ സഹോദരങ്ങളല്ലേ. അങ്ങനെ പ്രാർത്ഥനയിലൂടെ പോലും ഈശോ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരും എൻ്റെ സഹോദരങ്ങളായിരിക്കണം എന്നുള്ള ആഗ്രഹം.
അപ്പം ആ ആഗ്രഹം നിറവേറ്റാനായിട്ട് ഈശോ ഒരു വഴി കൃത്യമായും പറഞ്ഞു തരികയാണ്. ഹിതം നിറവേറ്റുക, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക. നമ്മളിങ്ങനെ നമ്മുടെ ഓരോ ഇഷ്ടങ്ങളും ഓരോ ദിവസവും നമ്മളുടെ മനസ്സിലേക്ക് വരാറുണ്ട്. ഇന്നിത് ചെയ്യണം. നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ, പാപം എന്ന് പറയുന്ന ഒരു ആഗ്രഹം, പാപത്തിലേക്ക് വീഴുക എന്ന് പറയുന്ന ഒരു ആഗ്രഹം മാത്രമല്ല, ഈശോയ്ക്ക് ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത അനേകം കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇത് ഈശോയ്ക്ക് ഇഷ്ടമാണോ അല്ലയോ, ഈ ഒരു മാനദണ്ഡത്തിലാണ്. ഈശോയ്ക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അതെന്റെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് രണ്ടും ഒരു ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സഹോദരങ്ങളായി മാറുക, ഞങ്ങൾ ഒരു കുടുംബത്തിൽപ്പെട്ടവരായി മാറുക. അവന് ഒരിഷ്ടം, എനിക്ക് വേറൊരു ഇഷ്ടമാണെങ്കിൽ സ്വാഭാവികമായും ഞങ്ങളൊരു കുടുംബക്കാരല്ല, ഞങ്ങള് ബന്ധുക്കളല്ല, ഞങ്ങൾ സഹോദരങ്ങളല്ല നമ്മൾ പ്രഖ്യാപിക്കുക. ഇതാണ് നമുക്ക് ഈ സുവിശേഷഭാഗത്ത് വായിച്ചെടുക്കാൻ സാധിക്കുക. അപ്പൊ അവന്റെ സഹോദരിയാക്കിയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനുണ്ട്. ഒറ്റ ഇഷ്ടം, ഈശോയ്ക്കും എനിക്കും ഒരിഷ്ടമാണ് ഉള്ളതെങ്കിൽ ആ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞങ്ങൾ രണ്ടും ജീവിക്കുന്നത് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഈശോയുടെ സഹോദരിയാണ്. അല്ലാത്ത പക്ഷം നമുക്കങ്ങനെ പറയാനായിട്ടുള്ള അവകാശമില്ല. ഇതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന വചനഭാഗം. അപ്പൊ നമ്മുടെ ഓരോ ദിവസവുമുള്ള ഓരോ തീരുമാനങ്ങളിലും ഓരോ നീക്കങ്ങളിലും ഈശോയുടെ ഇഷ്ടമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ ബാധ്യസ്ഥരാണ്. അത് വിട്ടുപോകുമ്പോഴാണ് നമ്മൾ ഈശോയുടെ ശിഷ്യരല്ലെന്നല്ല, സഹോദരങ്ങളല്ല എന്ന് പറയുന്നൊരു തലത്തിലേക്ക് പോകുന്നത്. ഈശോയുടെ സഹോദരങ്ങളായി ജീവിക്കാനുള്ള ആ വലിയ ഒരു പ്രിവിലേജ്, ആ ഒരു വലിയ പദവി, ആ വലിയ അനുഗ്രഹം, അത് നമുക്ക് ഈ ദൈവ ഇഷ്ടം നിറവേറ്റുന്നതിലൂടെ സാധ്യമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.